ഇന്ന് ഒരു റെസ്റ്റോറൻറ്റ് റിവ്യൂ അല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമ്മളിന്ന് വന്നിരിക്കുന്നത് വാളയാറിനടുത്തുള്ള ട്രാവൽ ലോഞ്ചിലാണ്. ട്രാവൽ ലോഞ്ച് അതാണ്, ട്രാവൽ ആൻഡ് ലോഞ്ച് മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു നെയിം അവരിട്ടിരിക്കുന്നത്. അപ്പോൾ വളരെ നാളായിട്ട് ഞാൻ ഇതുവഴി ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഇവിടെ ഒന്ന് പോകണമെന്ന്. ഇവിടെ നല്ലൊരു അടിപൊളി കഫേ ഉണ്ട്. അത് മാത്രമല്ല, പാലക്കാട് തന്നെ ആദ്യമായിട്ട് സ്ലീപ്പിംഗ് പോഡെന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും ഇവരിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് വരുന്ന ട്രാവലേഴ്സിന് ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. വളരെ ഹൈജീനിക് ആയിട്ടുള്ള ടോയ്ലറ്റ്സും ഇവിടെ ഉണ്ട്. നമുക്ക് എന്തായാലും അകത്ത് കയറിയിട്ട് ട്രാവൽ ലോഞ്ചിൻ്റെ വിശേഷങ്ങൾ ഇന്ന് കാണാം. ട്രാവൽ ലോഞ്ചിലേക്ക് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു EV ചാർജിങ്ങിൻ്റെ പോർട്ടുണ്ട്. എക്സിക്കോം ഹാർമണിയുടെ മോഡലാണ്. അപ്പോൾ നമുക്ക് നേരെ ട്രാവൽ ലോഞ്ചിലേക്ക് കയറാം. പുറത്ത് ഒരു ചെറിയൊരു ടീ സ്റ്റോളുണ്ട്, ഒരു ഷോപ്പുണ്ട്. കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലാണ് ബീൻ വാഗൺ കഫേ. അപ്പോൾ നമുക്ക് എല്ലാം കണ്ടതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് ഹോട്ട് ചോക്ലേറ്റും സാൻഡ്വിച്ചൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ളത് ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ ചെറിയൊരു സ്റ്റോറാണ്. സ്നാക്സും കോൾഡ് ഡ്രിങ്ക്സും ഒക്കെ കിട്ടുന്നത്. ഇതിൻ്റെ കോൺസെപ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാവലറിന് വേണ്ട കാർ ചാർജർ, പിന്നെ കാറിനകത്ത് വയ്ക്കുന്ന പെർഫ്യൂം, പിന്നെ ടയർ വാഷ് ചെയ്യാനുള്ളത്, അതുപോലത്തെ സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ജനറൽ സ്നാക്സ്, ഇമ്പോർട്ടഡ് ഗുഡ്സൊക്കെ ഇവിടെ കാണാം. ഇവിടെ നിന്ന് നമ്മൾ അകത്തേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് അവരുടെ ടോയ്ലറ്റും പിന്നെ സ്ലീപ്പിംഗ് പോഡും ഉള്ള സെക്ഷൻ. ഇത് ടോളോ എന്നാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും റിസപ്ഷനിൽ പോയിട്ട് വീഡിയോ എടുക്കാനുള്ള പെർമിഷനൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് അകത്ത് കയറാം. സാഡ്ലി നമുക്ക് സ്ലീപ്പിംഗ് പോഡിലേക്ക് കയറാൻ പറ്റിയില്ല, കാരണം അതിനകത്ത് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ ഫീഡിംഗ് റൂം ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ യൂറിനലും വാഷ്റൂമും ജസ്റ്റ് എൻ്റെ ലേഔട്ട് കാണിക്കാം. ഇതിൻ്റെ ആവശ്യം എനിക്കിപ്പോൾ ഇല്ല, എന്നാലും ജസ്റ്റ് ഫോർ വീഡിയോ പേർപ്പസാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ QR കോഡ്. ഇവിടെ നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു QR കോഡ് കിട്ടും. യൂറിനൽ യൂസ് ചെയ്യാൻ 10ഉം വാഷ്റൂം യൂസ് ചെയ്യാൻ, അതായത് റെസ്റ്റ് റൂം യൂസ് ചെയ്യാൻ 30 ആണ്. സോ എനിക്ക് ടോട്ടൽ 40 റുപ്പീസ് വേണ്ടി വന്നു. അപ്പോൾ ഞാനിത് ആദ്യം ഒന്ന് സ്കാൻ ചെയ്യാം. നേരെ സ്കാൻ ആവുന്നില്ല. നമ്മൾ മെട്രോയിൽ പോകുമ്പോൾ സ്കാനായി. ഓക്കെ, ഇതാണ് ട്രാവൽ ലോഞ്ചിൻ്റെ റെസ്റ്റ് റൂം. വലിയൊരു മിറർ, വളരെ ക്ലീനാണ്. ഇതിനകത്ത് ഇത് ശരിക്കും പറഞ്ഞ് നമ്മൾ കണ്ണടച്ചപ്പോൾ നിന്ന് കഴിഞ്ഞാൽ ഇതൊരു റെസ്റ്റ് റൂമാണെന്ന് മനസ്സിലാവില്ല. അത്രയും ക്ലീനാണ്. എന്താ പറയുക, ഹൈജീനിക് എന്ന് പറഞ്ഞ് അവർ ബോർഡിൽ എഴുതിയിട്ടിരിക്കുന്നത് വെറുതെ അല്ല. ഹൈജീൻ തന്നെയാണ് ഇവർ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത്. ഏകദേശം 1, 2, 3, 4, 5, 6, 7 14 സ്റ്റോളുകളാണ് ഇതിനകത്തുള്ളത്. എന്തായാലും റെസ്റ്റ് റൂം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇനി യൂറിനൽ അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്തിറങ്ങി റെസ്റ്റ് റൂമിലേക്ക് പോവാം. ഇത് അവരുടെ വാഷ് ബേസിൻസ് ആണ്. എല്ലാം ക്ലീനാണ്. ഒരു സ്ഥലത്ത് പോലും ഒരഴുക്കോ ഒന്നും കിടപ്പില്ല. ഇനി പുറത്തേക്ക് ഇറങ്ങാം. ഇനി നമുക്ക് റെസ്റ്റ് റൂമിലേക്ക് പോകാം. റെസ്റ്റ് റൂമിലേക്ക് പോകണം എങ്കിലും നമുക്ക് ഇത് സ്കാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമ്മളകത്ത് കയറിയിരിക്കുന്നു. എനിക്ക് തന്നിരിക്കുന്നത് റെസ്റ്റ് റൂം നമ്പർ 5 ആണ്. ഇതിനകത്ത് നമ്പറുണ്ട്. അപ്പോൾ നമ്മൾ നോക്കണ്ട ഏതൊക്കെ ഒക്യുപ്പൈഡ് ആണെന്നുള്ളത്. അപ്പോൾ 1, 2, 3. ഇത് എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇതുവരെ കേരളത്തിൽ ഒരു സ്ഥലത്തും ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് കണ്ടിട്ടില്ല. ഇതിങ്ങനെ പാലക്കാട് വന്നത് എനിക്കിപ്പോഴും അത്ഭുതമാണ്. അപ്പോൾ ഇതാണ് നമ്പർ 5. ഓക്കെ, ഓപ്പൺ ചെയ്യാം. വാവ്, ഇതും എഗെയിൻ വളരെ നീറ്റായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൊരു ബാഡ് സ്മെല്ലോ ഒന്നുമില്ല. ക്ലീൻ ആൻഡ് ഡ്രൈ ആണ്. മിറർ, ലൈറ്റ് എല്ലാം പെർഫെക്റ്റ് ആണ്. വാവ്, നല്ല ലൈറ്റിംഗ്, നല്ല എന്താ പറയുക, ഒരു ക്ലീനായിട്ട് ഇപ്പോൾ ഒരു ഫാമിലിക്ക് വന്നു കഴിഞ്ഞാൽ വാഷ്റൂം ഫെസിലിറ്റി എല്ലാം യൂസ് ചെയ്യാം. എന്താ പറയുക, അതിനകത്ത് ഷവറും ഉണ്ട്. ഷവർ അറ്റാച്ച്ഡ് ആയിട്ടുള്ളതും ഉണ്ട്. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം ഷവർ വേണമെന്നുണ്ടെങ്കിൽ. ഇവിടെ ഒരെണ്ണത്തിൽ മാത്രമേ ഷവർ കാണിച്ചിട്ടുള്ളൂ. പിന്നെ ഇത് ഷവറാണ്, ഇതും ഷവറാണ്. ബാക്കിയുള്ളതൊന്നും ഷവർ ഫെസിലിറ്റി ഇല്ല.
ഇതിനകത്ത് ലൈറ്റ് ഓൺ ചെയ്തിട്ടില്ല. ഒരു സെക്കൻഡ്, ഞാനൊന്ന് ചോദിച്ചു നോക്കിയിട്ട് ഇതിനകത്ത് ലൈറ്റ് ഓൺ ചെയ്ത് തരാൻ പറ്റുമെന്ന്. ഈ എല്ലാ വാഷ്റൂംസിൻ്റെയും ലൈറ്റ്സ് കൺട്രോൾഡ് ബൈ സിസ്റ്റമാണ്. ഇവിടെ ഈ ബ്രോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അകത്തുള്ള ലൈറ്റ്സ് ഓൺ ആവൂ. അപ്പോൾ നമ്പർ 1 ലൈറ്റ്സ് ഇപ്പോൾ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല ബ്രോ. എല്ലാം ത്രൂ സിസ്റ്റമാണ് ഇവർ കൺട്രോൾ ചെയ്യുന്നത്. ഇതാണ് അവരുടെ ബാത്റൂം. വാവ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 സ്റ്റാർ ഹോട്ടൽ എല്ലാം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതുപോലെയാണ് ഈ വാഷ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഹാൻഡ് ഷവർ, റെയിൻ ഷവർ, ഇതും ക്ലീനാണ്. ഇതിൻ്റെ ഹൈജീൻ സ്റ്റാൻഡേർഡ്സാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ഈ വാഷ് ബേസിനൊക്കെ തന്നെ വളരെ പ്രീമിയം ലുക്കാണ് ഇതിനകത്ത് അവർ കൊടുത്തിരിക്കുന്നത്. അയ്യോ, തുറക്കാൻ പറ്റുമോ ഇത്? ഞാൻ ലോക്ക്ഡായി തോന്നുന്നു, തുറക്കാൻ പറ്റുന്നില്ല. കാരണം അത് കാർഡ് വെച്ചാണ് ഓപ്പൺ ചെയ്തത്. എൻ്റെ കയ്യിൽ കാർഡ് ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ, പ്രസ്ഡ് ഓപ്പൺ ഡോർ. ഓക്കെ, എല്ലാം സിസ്റ്റമൈസ്ഡ് ആണ്. അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ സ്വിച്ച് ഇട്ടിട്ട് ഡോർ തുറക്കുന്നൊക്കെ ആദ്യമായിട്ട് കാണുന്ന പരിപാടിയാണ്. അപ്പോൾ എന്തായാലും ഇനി പുറത്തിറങ്ങാം. അപ്പോൾ ട്രാവൽ ലോഞ്ചിൽ വന്നിട്ട് നമ്മൾ റെസ്റ്റ് റൂമും യൂറിനലും കണ്ടു. ഇനി നമ്മളുടെ നമ്മളുടെ ഫീൽഡ്, അതായത് ഫുഡ് റിവ്യൂവിലേക്ക് പോകേണ്ട സമയമാണ്. അപ്പോൾ സൂപ്പർ മാർക്കറ്റ് നമ്മൾ കണ്ടു. ഇനി നമ്മൾ പോകുന്നത് ഇവരുടെ കഫേയിലേക്കാണ്. അകത്തിപ്പോൾ ഏകദേശം കുറച്ച് തിരക്കുണ്ട്, കൗച്ചൊക്കെ തിരക്കിലാണ്. അപ്പോൾ നമുക്ക് ആ ഒരു സ്പോട്ട് എടുക്കാം. ഇതാണ് ബീൻ വാഗൺ കഫേ. ഇതാണ് ബീൻ വാഗൺ കഫേയുടെ മെനു. അപ്പം ഞാൻ ഇന്ന് ഓർഡർ ചെയ്തത് ഒരു പനീർ ടിക്ക സാൻഡ്വിച്ച്, പിന്നെ ഇവിടുന്ന് കുറച്ച് പേര് ട്രൈ ചെയ്തിട്ട് എനിക്ക് റെക്കമെൻഡ് ചെയ്ത ഹോട്ട് ഡാർക്ക് ചോക്ലേറ്റ്, പിന്നെ ഒരു സ്പൈസി ഫ്രൈസ് ആൻഡ് ഒരു മൊഹിറ്റോയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് മൊഹിറ്റോയാണ് പറഞ്ഞത് എന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ പറഞ്ഞത് ഒരു ലെമൺ മൊഹിറ്റോയാണ്. അപ്പോൾ ഇനി ഫുഡ് വന്നതിന് ശേഷം അതിൻ്റെ റിവ്യൂ നോക്കാം. പക്ഷേ ഒരു നോർമൽ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നതിനേക്കാളും ഇരട്ടി എമൗണ്ടാണ് ഈ ഒരൊറ്റ ബില്ലിൽ എനിക്ക് കിട്ടിയത്. 179, 259, 159, 189. ഈ പ്രൈസിങ് ഒക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവരുടെ ഫുഡിൽ നല്ല പ്രതീക്ഷയുണ്ട്. എന്തായാലും ഫുഡ് വന്നതിന് ശേഷം ഈ ഒരു എമൗണ്ടിന് അത് വർത്താണോ എന്ന് നോക്കാം. ഫുഡ് വരാൻ ഏകദേശം ഒരു 5 മിനിറ്റ് ആവും പറഞ്ഞു. എല്ലാം ഫ്രഷ്ലി പ്രിപ്പയർഡ് ആണ്. ഹോട്ട് ചോക്ലേറ്റൊക്കെ ആ ഒരു മെഷീനിലാണ് അവർ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതാണ് ഇവരുടെ റൂൾസ്. നോ ഔട്ട്സൈഡ് ഫുഡ്, നോ പെറ്റ്സ്, നോ സ്മോക്കിംഗ്, നോ ആൽക്കഹോൾ ആൻഡ് ഡ്രഗ്സ്. പിന്നെ സ്ലീപ്പിംഗ് പോഡിനകത്തും സ്മോക്കിംഗ് റെസ്ട്രിക്റ്റഡ് ആണ്. അതുപോലത്തെ കുറച്ച് റൂൾസ് അവരവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ലീപ്പിംഗ് പോഡ് ആക്ച്വലി എടുക്കാത്തതൊരു മനസ്സിനൊരു നഷ്ടം മാത്രമുണ്ട്. കാരണം അതെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വ്യൂ ആയിരുന്നേനെ. ബട്ട് അവരുടെ ക്ലീനിങ് ആണ്, അത് എന്ത് ചെയ്യാനാണ്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാതെയാണ് അങ്ങനത്തെ ഒരു റോഡ് ബ്ലോക്ക് വന്നത്. ഇല്ലായിരുന്നെങ്കിൽ അത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇത് ആക്ച്വലി ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ തന്നെയാണ് ഈ സ്ഥലത്തിന് ഒരു സ്റ്റോർ, ഈ ഒരു സ്റ്റോർ. കാരണം ട്രാവൽ ലോഞ്ചിനകത്തുള്ളൊരു സ്റ്റോറാണ്. ഇവിടെ ഐസ്ക്രീംസ് അവൈലബിൾ ആണ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് അവൈലബിൾ ആണ്, ഈവൻ അൽമറായൊക്കെ ഇതിനകത്ത് അൽമറായ റാണിയൊക്കെ ഉണ്ട്, ഇമ്പോർട്ടഡ് ഡ്രിങ്ക്സും ഉണ്ട്. ഇവിടെ ബ്യൂട്ടി പ്രോഡക്ട്സ്, ടോയ്ലറ്ററീസ്, സ്നാക്സ്, നട്ട്സ്, ചോക്ലേറ്റ്സ്. ഇവിടെ ഫെറാറോയുടെ കളക്ഷൻ, റഫെല്ലോ, ലിൻറ്റ്, പ്രീമിയം ചോക്ലേറ്റ്സിൻ്റെ ഒരു സെക്ഷനും ഉണ്ട് ഇവിടെ. കൊള്ളാം. ഇത് ഗാലക്സിയുടെ ഫ്രൂട്ട്സ് ശരിക്കും ഇമ്പോർട്ടഡ് ആണ്. ഇതിനകത്തുള്ള പകുതി സാധനങ്ങളും ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഗുഡ്സ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൈസിങ് കുറച്ചുകൊണ്ട് എക്സ്പെൻസീവ് സൈഡായിരിക്കും. കാരണം ഇവരാകെ മൊത്തം ഒരു പ്രീമിയം കാറ്റഗറിയാണ് ഈ ട്രാവൽ ലോഞ്ച് വെച്ചിട്ട് അവർ എയിം ചെയ്തിരിക്കുന്നത്. 10 റുപ്പി യൂറിനൽ ആൻഡ് 30 റുപ്പി റെസ്റ്റ് റൂം എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു സെഗ്മെൻറ്റ് നമുക്ക് മനസ്സിലാവും. ബട്ട് അതിൻ്റെ ഒരു ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാനും സർവീസിനും കൂടെ ആ ഒരു എമൗണ്ട് നോക്കുമ്പോഴത്തേക്ക് അത് ഓക്കെ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓർഡർ ചെയ്ത ഡ്രിങ്ക്സ് 2 എണ്ണം വന്നു. ഹോട്ട് ചോക്ലേറ്റ് വന്നപ്പോഴാണ് ഞാൻ ശരിക്കും ഡിസപ്പോയിൻറ്റഡ് ആയത്. കാരണം ഞാൻ ആക്ച്വലി ഹോട്ട് ചോക്ലേറ്റ് ഓർഡർ ചെയ്യാൻ കാരണം തന്നെ ഇവരുടെ പ്രസൻറ്റേഷൻ ആക്ച്വലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മേലെ ഒരു മാർഷ്മെല്ലോ ഒരു ടൂത്ത് പിക്കിൽ കുത്തിയിട്ട് അതിങ്ങനെ ഇട്ട് തരും. എനിക്ക് ഹോട്ട് ചോക്ലേറ്റ് ആൻഡ് മാർഷ്മെല്ലോയുടെ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് ഞാൻ അവരോട് മാർഷ്മെല്ലോ എവിടെയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് മാർഷ്മെല്ലോ സ്റ്റോക്ക് ഇല്ലയെന്ന് അവർ പറഞ്ഞു. അത് ഇവർക്ക് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഹോട്ട് ചോക്ലേറ്റ് ഓർഡർ ചെയ്യത്തില്ലായിരുന്നു. കാരണം ആ ഒരു ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ മെനുവിൽ വേണം എന്ന് പറഞ്ഞ് വന്നത് ആ ഹോട്ട് ചോക്ലേറ്റ് മാത്രമാണ്. അതിൻ്റെ അവസ്ഥ ഇങ്ങനെയായി.
എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഹോട്ട് ചോക്ലേറ്റ് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന്. ആ മാർഷ്മെല്ലോ ഇല്ലാത്തതിൻ്റെ കുറവ് എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്ത് എനിക്കറിയില്ല. കൊണ്ടുവച്ചപ്പോൾ തന്നെ ശരിക്കും എനിക്കൊരു സ്മെല്ല് കിട്ടുന്ന ഒരു ഇൻസ്റ്റൻറ്റ് ഹോട്ട് ചോക്ലേറ്റിൻ്റെ മണമാണ് വരുന്നത്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കണം എങ്ങനെയുണ്ടെന്ന്. ഒരിക്കലും ഒരു ഡാർക്ക് ചോക്ലേറ്റ് കൊണ്ടുണ്ടാക്കിയ ഒരു ഹോട്ട് ചോക്ലേറ്റ് ആണെന്ന് പറയില്ല. കാരണം ഒരു മിൽക്ക് ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ വരുന്നുണ്ട്. ഇതിനകത്ത് ഒരു വിപ്പിംഗ് ക്രീം ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസി വരുന്നത്. യൂഷ്വലി നമ്മൾ ഇറ്റാലിയൻ ഹോട്ട് ചോക്ലേറ്റ് എന്നൊക്കെ പറയുന്ന സമയത്ത് അതിനെ കോൺഫ്ലോർ വെച്ച് തിക്കും ചെയ്യാറുണ്ട്. ഇത് കോൺഫ്ലോറൊന്നുമല്ല, ഇത് ഫ്രഷ് ക്രീം, വിപ്പിംഗ് ക്രീം ഒഴിച്ച ആ ഒരു തിക്നെസ്സാണ് ഇതിലുള്ളത്. ചോക്ലേറ്റിൻ്റെ കാര്യം പറയാനാണെങ്കിൽ കൊക്കോ പൗഡറും പിന്നെ കോമ്പൗണ്ട് ചോക്ലേറ്റ് മിക്സ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവർ മറ്റേ ഒരു ചോക്ലേറ്റ് ഗണാഷ് എന്തെങ്കിലും റെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാണോ, അത് മിക്സ് ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ടായിരിക്കണം ഈ ഒരു കളർ വന്നത്. കാരണം നമ്മൾ നോർമൽ ഡാർക്ക് ചോക്ലേറ്റ് ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ ഡാർക്ക് ആയിരിക്കും, അതിൻ്റെ ഒരു ബിറ്റർ ടേസ്റ്റ് കൂടെ ഇതിൽ വരും. ഇതല്ല, ഇത് ഒരു സ്വീറ്റർ സൈഡാണ്. ബട്ട് എന്നാൽ ആ മടുപ്പിക്കുന്ന മധുരമല്ല, ഒരു നല്ലൊരു ഹോട്ട് ചോക്ലേറ്റാണ്. മാർഷ്മെല്ലോയുടെ കുറവുണ്ടെങ്കിലും ഇറ്റ്സ് എ ഗുഡ് ഹോട്ട് ചോക്ലേറ്റ്. ഹോട്ട് ചോക്ലേറ്റ് ട്രൈ ചെയ്തു. ഇനി അടുത്തത് ലെമൺ മൊഹിറ്റോ ആണ്. ഓർഡർ ചെയ്ത മറ്റേ ഫ്രൈസും സാൻഡ്വിച്ചും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് മൊഹിറ്റോ കുടിക്കാൻ കുറച്ച് വെയിറ്റ് ചെയ്തിരുന്നത്. സ്ട്രോ തന്നിരിക്കുന്നത് മറ്റേ പേപ്പറിൽ പൊതിഞ്ഞിട്ടാണ്. അതൊരു കൈ കൊണ്ട് എടുക്കാൻ ഓക്കെ എടുത്തു ഞാൻ. ഇവർ യൂസ് ചെയ്യുന്നത് മൊനിൻ്റെ മൊഹിറ്റോ സിറപ്പാണ്. ഐ തിങ്ക് ഇതിനകത്ത് മൊനിൻ്റെ സിറപ്പും 7-അപ്പും മിൻറ്റ് ലീവ്സും ലെമണും ഇത്രയേ ഉണ്ടാകത്തുള്ളൂ. ഇത് ഞാൻ എത്രയോ തവണ കഴിച്ചിട്ടുള്ള സെയിം മൊഹിറ്റോയുടെ ടേസ്റ്റ് തന്നെയായിരിക്കും. നത്തിങ് സ്പെഷ്യൽ അബൌട്ട് ദിസ്. എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ വളരെ നോർമലായിട്ടുള്ളൊരു മൊഹിറ്റോ ആണ്. ആൻഡ് ഈ 159 എന്ന പ്രൈസ് പോയിൻറ്റിനെ ഇതൊരിക്കലും ന്യായീകരിക്കുകയില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പ്രീമിയം സെഗ്മെൻ്റ് അല്ലേ, അവർക്ക് ഇഷ്ടമുള്ളവർക്ക് ചാർജ് ചെയ്യാം. 159 ദിസ് ഇസ് വെരി നോർമൽ മൊഹിറ്റോ. വേറെ ഒന്നും പ്രതീക്ഷിക്കേണ്ട. ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് സാൻഡ്വിച്ചും ഫ്രൈസും വന്നു. ഫ്രൈസ് നല്ല ക്രിസ്പിയാണ് കേട്ടോ, നല്ല ഫ്രഷാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഫ്രൈസസ് ലൈറ്റ്, പുറത്ത് ആ ഒരു ക്രിസ്പി കോട്ടിംഗ് ഉണ്ട്, അകത്ത് നല്ല പില്ലോ പോലെ ഉണ്ട്. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കുന്നത്. ചെറിയൊരു ഡയറ്റിലായിരുന്നു. അപ്പോൾ ഇന്ന് ആ ഡയറ്റ് ഫ്രഞ്ച് ഫ്രൈസിലൂടെ ബ്രേക്ക് ചെയ്യാണ്. ഇത് ഫ്രൈ സോസാണ്. ഐ തിങ്ക് കെച്ചപ്പിൻ്റെ മാനേജിൻ്റെ ഒരു മിക്സ് ആയിരിക്കും. ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കുഴപ്പം ഒരെണ്ണം തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പറ്റില്ല. ഇവിടെ സാൻഡ്വിച്ച് ഇരിപ്പുണ്ട്. ഞാൻ സാൻഡ്വിച്ചിൻ്റെ കാര്യം മറന്നിട്ടില്ല. ഈ ഒരു ഫ്രൈയും കൂടെ കഴിച്ചിട്ട് സാൻഡ്വിച്ചിലേക്ക് പോട്ടെ. ഞാൻ സാൻഡ്വിച്ച് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ബ്രെഡിലായിരിക്കും എന്ന് വിളിച്ച്. ഇത് അവർ മറ്റേ എന്താ പറയുക, ലോഫെന്നോ ബാഗറ്റെന്നോ റോളെന്നോ പറയാം, അതിനകത്താണ് സ്റ്റഫ് ചെയ്തിരിക്കുന്നത്. സ്മെല്ലിൽ ഒരു കസൂരി മെത്തിയുടെ സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇതിന്ന്. ഇത് പനീർ ടിക്ക സാൻഡ്വിച്ചല്ല, പനീറിൻ്റെ പീസ് കാണുന്നുണ്ട്, മെൽറ്റഡ് ചീസ്, ലെറ്റസ്, ടൊമാറ്റോ. ഒരു ബൈറ്റ് എടുത്താൽ അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് പറയാൻ പറ്റും. ചൂടില്ല, ആൻഡ് ബ്രെഡ് ടോസ്റ്റഡ് അല്ല, മേലെ ജസ്റ്റ് എന്തോ ഒരു ബട്ടറിൻ്റെ പോലത്തെ ഒരു കോട്ടിങ് മാത്രമേ ഉള്ളൂ. കുറച്ച് ഗ്രീസി ആയിട്ടുണ്ടത്. ഞാൻ ഒരു ബൈറ്റ് എടുത്ത് നോക്കട്ടെ. വളരെ സോൾട്ടിയാണ് അതിനകത്തുള്ള സോസ്. ഇതിൻ്റെ കൂടെ സൈഡായിട്ട് പൊട്ടറ്റോ വെജ്ജസ് തന്നിട്ടുണ്ട്. ഫ്രൈ വെച്ച് നോക്കുമ്പോൾ പൊട്ടറ്റോ വെജ്ജസ് വലിയ സുഖമില്ല, അകത്ത് ഭയങ്കര സ്റ്റാർച്ചിയാണ്. പിന്നെ പൊട്ടറ്റോ സ്കിന്നോട് കൂടിയാണ്. അത് നോർമലി പൊട്ടറ്റോ വെജ്ജസ് അങ്ങനെയാണ് ചെയ്യാറ്. ബട്ട് എന്താണെന്നറിയില്ല, പൊട്ടറ്റോ വെജ്ജസ് വളരെ അണ്ടർവെൽമിംഗ് ആണ്. ആൻഡ് ഈ പനീർ ടിക്ക സാൻഡ്വിച്ച് ഭയങ്കര ഉപ്പ്, അതായത് നമ്മൾ ഈ പ്രീമെയ്ഡ് സോസ് വെച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ടേസ്റ്റില്ല, അതാണ്. പനീർ പീസ് മാത്രം ഒന്ന് കഴിച്ച് നോക്കട്ടെ. പനീർ ടിക്കയുടെ ഫ്ലേവറൊക്കെ ഉണ്ട്, പക്ഷേ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സോസ് ഭയങ്കര ഉപ്പ്, അതാണ് പ്രശ്നം. ഉപ്പ് രസമാണ് ഭയങ്കരമായിട്ട് കൂടുതലായിട്ടുള്ളത്. പിന്നെ എന്തോ ഒരു സ്പൈസ് ഇതിനകത്ത് വരുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഈ ചാറ്റ് മസാല ഉപയോഗിക്കുന്ന ഡ്രൈ മാംഗോ പൗഡറില്ലേ, ആംചൂർ പൗഡർ, ആ പൗഡറിൻ്റെ ഒരു സംഭവം എവിടെയോ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അത് കൂടിപ്പോയോ, അതുകൊണ്ട് ആ ഒരു ഉപ്പും ചാറ്റ് മസാല കൂടിപ്പോയാലും ആ ഒരു ഉപ്പ് കൂടുതലായിട്ട് വരും. ബ്ലാക്ക് സോൾട്ടിൻ്റെ ആ ഒരു ടേസ്റ്റ് വരും. ഈ സാൻഡ്വിച്ചിൻ്റെ ഉപ്പിൻ്റെ സോഴ്സ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി തുറന്നു നോക്കിയപ്പോഴാണ് ഇതിനകത്ത് സ്ലൈസ്ഡ് ഹാലപ്പിനോസും പിക്കിൾസും ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ അതൊക്കെ ഉപ്പും അസിഡിറ്റിയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ അത് രണ്ടും നമ്മൾ ചേർക്കുമ്പോൾ എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ ബാലൻസ് ചെയ്യണം. ഇപ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സോസ് ടാങ്കിയാണ്, വിനിഗറിൻ്റെ കിക്കുണ്ട്, ഇതെല്ലാം അങ്ങനെ വരുന്ന സാധനങ്ങളാണ്. ക്രീമി കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് ഈ സാൻഡ്വിച്ച് തന്നിരിക്കുന്നത്. പക്ഷേ ഈ സോസുകളുടെ ആ ഒരു സോൾട്ട്, ഇത് മൊത്തം സോസാണ്, ഓവർലോഡഡ് വിത്ത് സോസാണ്. പക്ഷേ ഈ സോസ് ഈ ഫ്രൈസിൻ്റെ കൂടെ തന്നിരിക്കുന്നുണ്ട്, അതേ സോസും ഉണ്ട്. വേറെ അല്ലാതെ ഇവരുടെ പനീർ ടിക്ക ആ സോസ് കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. ബട്ട് അതെല്ലാം കൂടെ ചേരുമ്പോഴത്തേക്ക് ഭയങ്കര ഉപ്പാണ്. ചേച്ചി ഈ സാൻഡ്വിച്ചിൻ്റെ
പ്ലേറ്റ് കാണാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പതാകയുടെ നടുക്കുള്ള അശോകചക്രം പോലെ ഇല്ലേ, ഏകദേശം അതുപോലെ തന്നെ ഉണ്ട്. ഇപ്പോഴും ഞാൻ അത് നോട്ടീസ് ചെയ്തത്. അപ്പോൾ ബാക്കി മൊഹിറ്റോയും പിന്നെ ഈ ഫ്രൈസും ഇവിടെ ഉണ്ട്. ഫ്രൈസ് ഞാൻ എന്തായാലും കഴിക്കും. ഫ്രൈസ് ഇത്തിരി തണുപ്പാവുന്നുണ്ട്, കാരണം എ സിയിൽ ഫ്രൈസ് ഇരിക്കുന്ന സമയത്ത് കുറച്ച് തണുത്ത് പോകും. പക്ഷെ എന്നാലും ഇപ്പോഴും ആ ക്രിസ്പിനെസ് റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ട്രാവൽ ലോഞ്ചിൽ നിന്ന് ഫുഡ് കഴിച്ചു. പാലക്കാട് നിന്ന് ഇവിടെ വരെ ട്രാവൽ ചെയ്ത് ഫുഡ് കഴിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, കാരണം കുറച്ച് എക്സ്പെൻസീവാണ്. ബട്ട് എന്നാലും ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്ന് ആ ഹോട്ട് ചോക്ലേറ്റ് ഒന്ന് ട്രൈ ചെയ്യാം, ഇവിടെ മാർഷ്മെല്ലോ സ്റ്റോക്ക് ഉള്ള സമയത്ത്. കാരണം പാലക്കാട് എവിടെയും അങ്ങനത്തെ ഒരു ഹോട്ട് ചോക്ലേറ്റ് കിട്ടുന്നില്ല ഇപ്പോൾ. പിന്നെ ഇവിടുത്തെ എന്താ പറയുക, ഫെസിലിറ്റീസിനെ കുറിച്ച് പറയാനാണെങ്കിൽ കേരളത്തിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് എന്താ പറയുക ട്രാവൽ ബിറ്റ്വീൻ സ്പോട്ട്സ്, ഒരു റെസ്റ്റ് എടുക്കാനുള്ള ഒരു സ്പോട്ട് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഓവർനൈറ്റ് സ്റ്റേ ചെയ്യാമെന്നുള്ള രീതിയിൽ ട്രാവൽ ലോഞ്ചസ് ബെസ്റ്റ്. ഇപ്പോൾ ഏകദേശം ഈവനിങ് ടൈമായി, സ്കൈയൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ. പിന്നെന്താ പറയാനുള്ളത്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, വളരെ പ്രീമിയം ഇതാണ്. അത് ചിന്തഗതിയിൽ വെച്ച് മാത്രം വരിക. സോ വീഡിയോ ഇതോടുകൂടി നിർത്തുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക. ഞാൻ കുറച്ച് ഔട്ട് ഓഫ് ബ്രത്താണ്, കാരണം അങ്ങനെ നടന്നിറങ്ങി വന്നതാണ്. വയറും അത്യാവശ്യം നിറഞ്ഞിട്ടുണ്ട്. ഈവൻ ദോ സാൻഡ്വിച്ചും ഫ്രൈസും മൊഹിറ്റോ കഴിച്ചിട്ടുള്ളൂ, ബട്ട് വയറ് അത്യാവശ്യം നിറഞ്ഞു. സോ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു, ബൈ.